ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മൂന്നാം ദിനമായ ഇന്നും സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ദുരന്തത്തിൽ മരിച്ചത് 250ഓളം പേർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട് സന്ദർശിക്കും. ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം. കേരളത്തിൽ മഴ തുടരും. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വിജയക്കുതിപ്പ് തുടരുന്നു. ബാഡ്മിന്റണിൽ ലക്ഷ്യസെൻ, HS പ്രണോയ്, PV സിന്ധു എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. വളർച്ചയും സാമ്പത്തിക ഏകീകരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ദിനമായ ഇന്നും പുരോഗമിക്കുന്നു. 1592 പേരെ ഇതിനകം രക്ഷപ്പെടുത്താൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. അതേസമയം ദുരന്തത്തിൽ 250ഓളം പേർ മരിച്ചതായാണ് വിവരം. 160ലധികം ആളുകൾ ചികിത്സയിൽ കഴിയുകയാണ്. 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. ഫലപ്രദമായ തിരച്ചിലിന് ഡോഗ് സ്ക്വാഡിനെയും നിയോഗിച്ചു. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനായുള്ള യന്ത്രസാമഗ്രികൾ പുലർച്ചെയോടെ എത്തിച്ചു. മഴയും കോടമഞ്ഞും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട് സന്ദർശിക്കും. വയനാട്ടിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8000-ലേറെ ആളുകളാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അഗ്നിശമന സേന, NDRF, തീരസംരക്ഷണ സേന ഉൾപ്പെടെ നിലവിൽ 1167 പേരടങ്ങുന്ന സംഘത്തെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തും. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും അദ്ദേഹം സന്ദർശനം നടത്തും. നിയമസഭാ സ്പീക്കർ AN ഷംസീറും ഇന്ന് വയനാട്ടിൽ എത്തുന്നുണ്ട്. വയനാട്ടിലെ കനത്ത മഴയും ഉരുൾപൊട്ടലും സംബന്ധിച്ച് ജൂലൈ 23, 24, 25 തീയതികളിൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു. 9 NDRF സംഘങ്ങളെ മുൻകൂട്ടി കേരളത്തിലേക്ക് അയച്ചിരുന്നെന്നും സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദുരന്തം നേരിടാൻ കേരളത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ സംസ്ഥാനം ഗൌരവമായാണ് കാണുന്നതെന്നും പൊതുവായ മുന്നറിയിപ്പുകളുടെ ഭാഗമായ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചിരുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പാണ് മേഖലയിൽ നൽകിയിരുന്നത്. എന്നാൽ നിർദ്ദേശത്തിൽ പറയുന്നതിലും അധികം മഴ പ്രദേശത്ത് പെയ്തതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റ് ജില്ലകളിലെ ശക്തമായ മഴയും കണക്കിലെടുത്ത് പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി സാധ്യത മുൻനിർത്തി വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. എല്ലാ ആശുപത്രികളിലും അവശ്യ മരുന്നുകളും ആന്റി സ്നേക്ക് വെനവും ഉൾപ്പെടെ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തകർ ഗ്ലൌസ്, മാസ്ക്, ബൂട്ട് മുതലായവ ധരിക്കേണ്ടതാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ അങ്കണവാടികൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. പാലക്കാട് ചുരം റോഡിൽ 20ലധികം ഇടത്ത് മണ്ണും മരങ്ങളും പാറകളും വീണ്
നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ മൂലം നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പോത്തുണ്ടി അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്ത് മേഖലയിലും മഹാരാഷ്ട്രയുടെ മധ്യമേഖലയിലും ശനിയാഴ്ച വരെയും കിഴക്കൻ മധ്യപ്രദേശിൽ അടുത്ത 2 ദിവസവും കൊങ്കൺ, ഗോവ സംസ്ഥാനങ്ങളിൽ ശനിയാഴ്ച വരെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഡൽഹിയിൽ മഴ ശക്തമാവുകയും പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ഡൽഹി സർക്കാർ നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ വളർച്ച, ക്ഷേമം, മൂലധന നിക്ഷേപം, തൊഴിൽ, സാമ്പത്തിക ഏകീകരണം തുടങ്ങിയ മേഖലകളിലെ മികച്ച സന്തുലിതാവസ്ഥയാണ് കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നടപ്പ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന്റെ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യത്തിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധയൂന്നുന്നത്. കാർഷിക മേഖലയിലെ വിഹിതം വെട്ടിക്കുറച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ധനമന്ത്രി തള്ളി. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, തൊഴിൽ എന്നിവയ്ക്കായി 1.48 ലക്ഷം കോടി രൂപ നീക്കിവച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ വിജയക്കുതിപ്പ് തുടരുന്നു. ഇന്നലെ ബാഡ്മിന്റൺ, അമ്പെയ്ത്ത്, ബോക്സിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒളിമ്പിക്സിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണിക്ക് വേണ്ടി പാരീസിൽ നിന്നും വി ശിവകുമാർ. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെൻ ഇന്തോനേഷ്യക്കാരൻ ജൊനാഥൻ ക്രിസ്റ്റിയെ തോൽപ്പിച്ചു. PV സിന്ധു എസ്റ്റോണിയക്കാരി ക്രിസ്റ്റീന കുബയെ പരാജയപ്പെടുത്തി. ലക്ഷ്യ സെന്നും PV സിന്ധുവും റൌണ്ട് ഓഫ് 16ൽ പ്രവേശനം നേടി. ബോക്സിംഗിൽ ലവ്ലീന ബോർഗഹൈൻ നോർവേയിലെ എതിരാളിയെ പരാജയപ്പെടുത്തി മെഡലിന് അടുത്തെത്തി. ബോക്സിംഗ് മത്സരത്തിൽ ഇന്ത്യയുടെ നിശാന്ത് ദേവ് എതിരാളിയെ വീഴ്ത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ടേബിൾ ടെന്നീസിൽ ശ്രീജ ആക്കുല രണ്ടാമത്തെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പൊരുതി തോറ്റു. മണിക ബത്രയും പരാജയപ്പെട്ടു. ഷൂട്ടിംഗിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിൽ സ്വപ്നിൽ കുസാളെ ഫൈനൽ റൌണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു. ആർച്ചറിയിൽ 4ാം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തരുൺദീപ് റായ് ഇൻഡിവിജ്വൽ ഇവന്റിൽ പരാജയപ്പെട്ടു. ദീപിക കുമാരി അടുത്ത റൌണ്ടിലെത്തി. റോയിംഗിൽ സന്ദീപ് പവാറിന് മെഡൽ സാധ്യത അസ്തമിച്ചു. ഒളിമ്പിക്സിൽ ഇന്ന് വനിതകളുടെ 50 കിലോ ബോക്സിംഗ് വിഭാഗത്തിൽ നികത്ത് സെരീൻ ഇന്നിറങ്ങും. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിന്റെ ഫൈനലിൽ സ്വപ്നിൽ കുശാലെ ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ സിപ്ത് സംറ, അഞ്ജും മൌഡ്ഗിൽ എന്നിവർ യോഗ്യതാ റൌണ്ടിൽ മത്സരിക്കും. ബാഡ്മിന്റണിൽ ലക്ഷ്യസെൻ, HS പ്രണോയ്, PV സിന്ധു എന്നിവരും ഇന്ന് കളത്തിലിറങ്ങും. ബാഡ്മിന്റൺ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി സഖ്യം ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. ഇന്ത്യ ബെൽജിയം ഹോക്കി മത്സരവും ഇന്ന് നടക്കും. വനിതകളുടെയും പുരുഷന്മാരുടെയും 20 കിലോമീറ്റർ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. ടേബിൾ ടെന്നീസിൽ ശ്രീജ അകുല മത്സരിക്കും. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ദീർഘകാലമായി അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അൻഷുമാൻ ഗെയ്ക്വാദിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. പ്രതിഭാധനനായ കളിക്കാരനും മികച്ച പരിശീലകനുമായിരുന്ന അൻഷുമാൻ ഗെയ്ക്വാദ് ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനം ഉയർത്തിയ അൻഷുമാൻ ഗെയ്ക്വാദിന്റെ വിയോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ കളി കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. രണ്ടാം ഏകദിനം ഈ മാസം 4-നും അവസാന മത്സരം ഈ മാസം 7-നും നടക്കും. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. നേരത്തെ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ 3-0 2020 പരമ്പര സ്വന്തമാക്കിയിരുന്നു. IAS ട്രെയിനി പൂജ ഖേദ്കറിന്റെ പദവി റദ്ദാക്കിയതായും വരാനിരിക്കുന്ന പരീക്ഷകൾ എഴുതുന്നതിൽ നിന്ന് വിലക്കിയതായും UPSC അറിയിച്ചു. 2022 സിവിൽ സർവീസ് പരീക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതായി സ്ഥിരീകരിച്ച റെക്കോർഡുകൾ പരിശോധിച്ച ശേഷമാണ് UPSC പ്രസ്താവന പുറത്തിറക്കിയത്. തിരിച്ചറിയൽ രേഖകളിൽ കൃത്രിമം കാണിച്ച് പരീക്ഷ എഴുതിയതിന് നേരത്തെ UPSC പൂജയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. സമയബന്ധിതമായി മറുപടി അയക്കാത്ത പശ്ചാത്തലത്തിലാണ് UPSC നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ 3ാം ദിനമായ ഇന്നും സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ദുരന്തത്തിൽ മരിച്ചത് 250ഓളം പേർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട് സന്ദർശിക്കും. ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം. കേരളത്തിൽ മഴ തുടരും. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വിജയക്കുതിപ്പ് തുടരുന്നു. ബാഡ്മിന്റണിൽ ലക്ഷ്യസെൻ, HS പ്രണോയ്, PV സിന്ധു എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. വളർച്ചയും സാമ്പത്തിക ഏകീകരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം പ്രത്യേക വാർത്താ ബുള്ളറ്റിനായി 10 മണിക്ക്.